കിരൺ ബാബു ഉണ്ട്. കിരൺ പറഞ്ഞു വന്നതുപോലെ തന്നെ മുഖ്യമന്ത്രി മറ്റു വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായും CPM-ന് അക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരണ്ടില്ലേ? കാരണം അൻവർ ഉന്നയിച്ചത് വെറും ചില രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ചർച്ച ചെയ്യപ്പെടുന്ന പ്രസക്തമായ ചില ആക്ഷേപങ്ങളുണ്ട്. ഇതിൽ ചില അന്വേഷണം നടക്കുന്നു എന്ന വാദം സർക്കാരിന് മുഖ്യമന്ത്രിക്ക് ഉന്നയിക്കാം. പക്ഷേ അതിനപ്പുറം CPM-ന് വിശദീകരിക്കേണ്ടി വരുന്ന ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വിശദീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരില്ലേ CPM-ന്? സജിത്ത്, ഈ വിവാദത്തിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതുതന്നെയാണ്. CPM-നെ സംബന്ധിച്ച് CPM അൻവറിനെ തള്ളിപ്പറയുക പൂർണ്ണമായി. ഇപ്പോൾ എങ്ങനെയാണോ മുഖ്യമന്ത്രി അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ഒറ്റവരിക്കുക, അതിലേക്ക് കടക്കാതെ തള്ളിക്കളഞ്ഞത്, ഈ മട്ടിൽ തന്നെ ഇനി ആയാലും അത്തരം ആരോപണങ്ങളുടെ മെറിറ്റിലേക്കോ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്കോ കടക്കാതെ പൂർണ്ണമായും അതിനെ തള്ളിക്കളയുക, അൻവറിനെ കടന്നാക്രമിക്കുക എന്നുള്ള ശൈലിയായിരിക്കും CPM ഇനി ഉപയോഗിക്കുക. എന്നാൽ മറിച്ച് അൻവറിനെ സംബന്ധിച്ച് അൻവറിന്റെ പ്രധാനപ്പെട്ട ആവശ്യം, അൻവർ ഉന്നയിച്ച ആവശ്യങ്ങളിലേക്ക് ചർച്ച നിലനിർത്തുക എന്നുള്ളതാണ്. ഈ രണ്ടുപേരുടെയും ഒരു പാർട്ടി സംവിധാനമാകെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം ഉന്നയിക്കുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ മുന്നിലായാലും അല്ലെങ്കിൽ അൻവർ ആയാലും പ്രതിപക്ഷമായാലും ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിൽ എവിടെയാണ് ആർക്കാണ് മേൽക്കൈ ലഭിക്കാൻ പോകുന്നത് അതനുസരിച്ചിരിക്കും ഈ വിവാദം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഇന്നലെ വരെ എങ്ങനെയാണോ അൻവറിനെ CPM-ഉം ഇടതുമുന്നണിയും കണ്ടത്, ആ തരത്തിലേക്കായിരിക്കില്ല അൻവറിനെ ഇന്നു മുതൽ CPM-ഉം ഇടതുമുന്നണിയും കാണുന്നത്. ഇന്നലെ വരെ അൻവറിന്റെ കൂടെ നിൽക്കാൻ കടന്നൽ കൂട്ടങ്ങൾ എന്ന് പറയുന്ന സൈബർ അണികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സൈബർ അണികളുടെ ഭാഗത്ത് നിന്നടക്കം ആദ്യഘട്ടത്തിലൊക്കെ അൻവറിനെ അനുകൂലിച്ചവരുടെ ഭാഗത്ത് നിന്നടക്കം സ്വാഭാവികമായും പിന്നോട്ടടി ഉണ്ടാവും. ഒരു പാർട്ടി സംവിധാനത്തിനെതിരെ അൻവർ നിൽക്കുന്നു, പാർട്ടി സംവിധാനം പൂർണ്ണമായും അൻവറിനെ തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്തരം പിന്തുണ സൈബറിടങ്ങളിലൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും വീണ്ടും വിഷയം ആവർത്തിച്ച് ഉന്നയിക്കാൻ പ്രതിപക്ഷവും ഈ വിഷയം അൻവർ ഉന്നയിച്ച വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ചർച്ച വേണം എന്നുള്ള ആവശ്യത്തിലേക്ക് പ്രതിപക്ഷവും ഈ വിഷയം നിരന്തരം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം അതുതന്നെയാവും. അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ RSS നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് എപ്പോഴും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഇടതുമുന്നണിക്കായാലും അത് UDF-നായാലും ഏറ്റവും പ്രധാനമാകുന്നത് ആരാണ് സംഘപരിവാർ ശക്തികളെ എതിർക്കാൻ കൂടുതൽ കരുത്തർ, ആരാണ് സംഘപരിവാറിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത്, ആരാണ് സംഘപരിവാറുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ കാലത്തും ഇടതുമുന്നണിക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളിലും സംഘപരിവാർ വിരുദ്ധ ഹിന്ദു വോട്ടുകളിലും അടക്കം ഏകീകരണവും ഐക്യവും ഒക്കെ ഉണ്ടാക്കാൻ സഹായിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് CPM-ആണ് അല്ലെങ്കിൽ ഇടതുമുന്നണിയാണ് എന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള പ്രതിച്ഛായ കൂടിയായിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ കടുത്ത ഒരു വെല്ലുവിളി നേരിട്ടിരിക്കുന്നത്. ഇതെല്ലാം നേരത്തെ നടന്ന സംഭവമാണ്. നേരത്തെ നടന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലെ ഇതിനെ നയിക്കുന്ന ഒരാൾ ഇത്തരം വിഷയത്തിന് ഗൗരവം ഉൾക്കൊണ്ടില്ല അല്ലെങ്കിൽ ആര് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള ADGP തസ്തികയിൽ തുടരാൻ അനുവദിക്കുന്നു. ഈ സാങ്കേതികമായി അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തി അന്വേഷണത്തിന് റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ എന്ന് പറയുമ്പോഴെല്ലാം ഇതൊന്നും ഇപ്പോൾ നടന്ന സംഭവമല്ലെന്നും ഒരു വർഷത്തിന് മുമ്പ് നടന്നതാണെന്നും അവിടെയൊക്കെ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ള ചോദ്യം. രണ്ടാമത്തെ വിഷയം അൻവർ പ്രധാനമായും ഉയർത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. അൻവർ ഈ പാർട്ടി അണികളുടെ പിന്തുണ തനിക്ക് വേണം എന്നത് അദ്ദേഹം മുൻകൂട്ടി കാണുന്നുണ്ട്. അണികൾ കൂടി തന്നെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിരോധിച്ച് നിൽക്കുക പ്രയാസമാണ്. കോൺഗ്രസിന്റെ പിന്തുണ ഒരു പരിധിക്കപ്പുറം അൻവറിനെ സ്വീകരിക്കാൻ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോൺഗ്രസിന് അങ്ങനെ സീറ്റ് വിട്ട് അൻവറിന് കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്കൊന്നും അത്ര വേഗത്തിൽ എത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ചും സമാനമായ ഒരു പ്രതിസന്ധി ഉണ്ട്. രാജിവെച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു വിഷയം, അൻവറിന് രാജിവെച്ചിട്ട് നാളെ UDF പിന്തുണയോടുകൂടി മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ച് MLA ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം സാധാരണ ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് വരാം. പക്ഷേ UDF-ന് അത്തരം ഒരു രാഷ്ട്രീയ സാഹസത്തിന് മുതിരാനുള്ള സാഹചര്യം കുറവാണ്. കാരണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ വളരെ കുറവാണ്, ലീഗ് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഏറെ. അത് നിലമ്പൂരിനെ സംബന്ധിച്ച് വൈകാരികമായി കോൺഗ്രസിന് ഏറെ അടുപ്പമുള്ള സ്ഥലമാണ്. കോൺഗ്രസിന് അതിശക്തമായ രീതിയിൽ വേരോട്ടമുള്ള സ്ഥലം കൂടിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ആ നിലമ്പൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നൊരു ഘട്ടത്തിലാണ് PV അൻവറിനെ പോലെ ഒരു മുൻ കോൺഗ്രസ്സുകാരനെ അല്ലെങ്കിൽ അവിടെ സ്വന്തം നിലയിൽ സ്വാധീനമുള്ള അവിടുത്തെ ഒരു വമ്പൻ വ്യവസായിയെ പലതരം ആരോപണങ്ങൾ, ഈ അൻവറിനെതിരെ ഇപ്പോൾ പറയുന്ന ആരോപണങ്ങളെല്ലാം ഇപ്പോൾ വന്ന ആരോപണങ്ങളല്ല, CPM-ലേക്കോ അല്ലെങ്കിൽ ഇടതുമുന്നണി സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അൻവറിനെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങളുണ്ട്. അങ്ങനെ ആരോപണങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആ മണ്ഡലം പിടിക്കാൻ അൻവറിനെ പോലെ ഒരാൾ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അൻവറിനെ സ്വീകരിച്ചത്. അതുകൊണ്ട് അൻവറിന്റെ മുന്നിലും ഈ സമാന പ്രതിസന്ധിയുണ്ട്. അതാണ് ഇന്നലെ അൻവർ പറഞ്ഞത്, ഞാൻ രാജിവെക്കില്ല, പാർട്ടി ആരാവശ്യപ്പെട്ടാലും രാജിവെക്കില്ല, MLA തുടരും എന്നുള്ള ഒരു നിലപാടിലേക്ക് സ്വീകരിച്ചത്. CPM-നെ സംബന്ധിച്ചാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചാലും ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി അൻവറിനോട് രാജി ആവശ്യപ്പെടണോ വേണ്ടയോ എന്നുള്ളതാണ്. അൻവർ രാജി ആവശ്യപ്പെട്ടാലും ആ രാജി വെക്കില്ല എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ CPM-ൽ നിന്ന്
ഏതെങ്കിലും ഒരു അംഗത്തെ പോലും പുറത്താകുകയാണെങ്കിൽ അവർ രാജിവെക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനു മുമ്പേ പുറത്താക്കിക്കൊണ്ടുള്ള കുറിപ്പിറക്കുക എന്നുള്ളതാണ് പാർട്ടി സ്വീകരിക്കുന്ന രീതി. അൻവറിന്റെ കാര്യത്തിലായാലും അത്തരമൊരു രീതി ഇപ്പോൾ പോലും സ്വീകരിച്ചിട്ടില്ല. ഞാൻ LDF വിടുന്നു എന്ന് പറയുമ്പോൾ അൻവർ പറഞ്ഞല്ലോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അൻവറിനെ LDF പുറത്താക്കിയെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രസ്താവനയിലേക്ക് കിടക്കുന്നില്ല. സൂക്ഷിച്ചു മാത്രം ഈ വിഷയം കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ അതിശക്തമായി മറുപടി പറയാനുള്ള മുഖ്യമന്ത്രി അടക്കം ഇന്ന് ചുരുക്കം വാക്കുകളിൽ മറുപടി പറഞ്ഞ് നിർത്തിയത്. ശരി, അതാണ് കിരൺ. നമുക്ക് വിശദാംശത്തിലേക്ക് വരാം.